നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ കുറ്റപത്രം ഒരുങ്ങുകയാണ്. വളരെ വേഗത്തിൽ തയ്യാറാക്കി നൽകി പൾസർ സുനിയുടെയും ദിലീപിന്റെയും കുറ്റപത്രങ്ങളിൽ ഒരുമിച്ച് വിചാരണ നടത്താനാണ് പോലീസിന്റെ നീക്കം. കേസിലെ മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന പൾസറിന്റെ അഭിഭാഷകന്റെ മൊഴിയും അപ്പുണ്ണി പോലീസിന് മുന്നിൽ ഹാജരായെന്ന വാദവും ജാമ്യത്തിനുള്ള സാധ്യതയാകുമെന്ന പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷകൾക്കിടെയാണ് പോലീസിന്റെ ചടുല നീക്കം. ബലാത്സംഗം, ഗൂഢാലോചന എന്നതിനൊപ്പം പക്ഷേ ഫോൺ നശിപ്പിച്ചെന്ന മൊഴി തെളിവ് നശിപ്പിക്കലെന്ന വകുപ്പിലേക്ക് പോലീസ് പെടുത്തുകയാണ്. സാഹചര്യ തെളിവുകൾ, സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള സാക്ഷിമൊഴികളെല്ലാം ഗൂഢാലോചനയിൽ ദിലീപിനെതിരായ തെളിവുകളായി പോലീസ് നിരത്തും. ഗൂഢാലോചന നടന്നെന്ന് പൾസർ പറയുന്ന 2013 മാർച്ച് മുതൽ 2017 ഫെബ്രുവരി വരെയുള്ള സംഭവങ്ങളെ ശരിയായി കോർത്തിണക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാറിൽ നിന്നും രാമൻ പിള്ളയിലേക്ക് എത്തുമ്പോൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് എത്രത്തോളം കരുത്തുണ്ടാകും? സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. ദിലീപിനെതിരായ കുറ്റപത്രത്തിലേക്ക് പോലീസ് നീങ്ങുന്നത് പഴുതുകൾ അടച്ചു. 2. പൾസർ സുനിക്കും ദിലീപിനുമെതിരായ കുറ്റപത്രം ഒരുമിച്ച് വിചാരണയ്ക്ക് എത്തിക്കുന്നത് കേസിന് എത്രത്തോളം ബലം നൽകും? 3. ഗൂഢാലോചനയ്ക്ക് നേരിട്ടുള്ള തെളിവുകൾ വേണ്ട എന്ന സാധ്യത പോലീസിന് ഗുണം ചെയ്യും. 4. മൊബൈൽ ഫോൺ നശിപ്പിക്കപ്പെട്ടെന്നും അപ്പുണ്ണി ഹാജരായെന്നുമുള്ള വാദം ദിലീപിന്റെ ജാമ്യത്തിന് തികയും. 5. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും. 6. ഇനിയും വൻ സ്രാവുകൾ ഉണ്ടെന്ന പൾസറിന്റെ പ്രതികരണം, കേസ് അന്വേഷണം നീട്ടാനുള്ള തന്ത്രം. PCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, അഡ്വക്കേറ്റ് അജകുമാർ, റിട്ടയർഡ് SP ജോർജ് ജോസഫ്, നിർമ്മാതാവ് സജി നന്ദിയാട്ട്, ഫിലിം ചേംബർ സെക്രട്ടറിയും തിയേറ്റർ ഉടമയുമായ അനിൽ തോമസ് എന്നിവരാണ് ചർച്ചയിൽ. A. റഹീമിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്.